അച്ഛൻ ഇങ്ങനെ മാനം കെടുന്ന എന്തിനാ? നാണക്കേട്. വീട് സ്ഥലവും ഇല്ലാതെ ഒരു വീട്ടിൽ കയറി വന്നാണെന്നെങ്കിലും അച്ഛൻ ഓർക്കണമായിരുന്നു. എനിക്ക് വലിയ സങ്കടം തോന്നുന്നു. ഞാൻ എന്തോ ചെയ്തെന്നാടി നീ പറയുന്നത്? അപ്പച്ചി ടിന്നിലിട്ട് വെച്ചിരുന്ന രൂപ എവിടെ പോയി? അച്ഛൻ കട്ടെടുത്തെന്ന് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്. അനാവശ്യം പറയുന്നോടി. പിന്നെ അച്ഛനെ കുടിക്കാൻ കാശ് എവിടുന്നാ? എനിക്കറിഞ്ഞൂടെ അച്ഛന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന്. ഇന്ന് കുടിക്കാൻ എവിടുന്നായിരുന്നു പൈസ? അത് പിന്നെ ഞാൻ വിഷ്ണു. അച്ഛനൊന്നും പറയണ്ട. ഇപ്പൊ നമുക്ക് ആശ്രയം ഈ വീടാ. അതും അപ്പച്ചയുടെ സന്മനസ്സുണ്ടാ ഇവിടെ ജീവിക്കുന്നത്. അതോർത്താ മതി. കള്ളനാണെന്നും പറഞ്ഞ് സ്വന്തം പെങ്ങടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് അച്ഛനുണ്ടായ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അത് പറഞ്ഞേക്കാം. നീ ചുമ്മാ ഞാൻ കേറി കിടക്കാൻ ഒരു കൂര ഉണ്ടെന്നുള്ളതാ ഇപ്പൊ എന്റെ വലിയ ആശ്വാസം. അതിന് ഞാൻ ദിവസവും ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. അച്ഛനായിട്ട് എനിക്ക് ഒന്നും സമ്പാദിച്ചു തരണ്ട, പക്ഷെ നാണം കെടുത്തരുത്. അത്രയുള്ള എന്റെ അപേക്ഷ. പുതിയ മാനേജർ വിനോദ് അല്ലേ? യെസ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? എന്നെ മനസ്സിലായില്ലേ? പിന്നെ അരുണ മേഡത്തിന്റെ ഭർത്താവല്ലേ? ആ, എക്സാക്ട്ലി. എത്ര കൃത്യമായിട്ട് മനസ്സിലാക്കി. താങ്ക് യു. ഞാൻ വന്നത് എനിക്ക് കുറച്ച് പണം വേണം. അക്കൗണ്ടിൽ എഴുതിയിട്ടാ മതി. സർ, പണം എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ അത്രേ മതി. പക്ഷെ ഇപ്പൊ തന്നെ വേണം. അത് അരുണ മേഡത്തിന്റെ സാങ്ഷൻ വേണം സർ. എൻ്റെ അച്ഛൻ സൃഷ്ടിച്ച കമ്പനിയിൽ നിന്ന് എനിക്ക് പണമെടുക്കാൻ, അതും ഒരു മീഗർ 10,000 രൂപ എടുക്കാൻ അരുണ മാഡത്തിന്റെ സാങ്ഷനോ? നന്ദു സാറിന്റെ പ്രത്യേക ഇൻസ്ട്രക്ഷനാ കമ്പനി അക്കൗണ്ടിൽ നിന്ന് പൈസ വക മാറ്റരുതെന്ന്. ഐ മീൻ, ഞങ്ങളുടെ കമ്പനിക്ക്, അതായത് നന്ദു സാറിന്റെ കമ്പനിക്ക് സാറ് കൊടുക്കാനുള്ള പൈസയുടെ മുതലും പലിശയും അതിലേക്ക് റിക്കവർ ചെയ്യുകയാണ്. അത് പൂർണ്ണമായിട്ട് വീട്ടിൽ കഴിഞ്ഞിട്ടേ ഇനി മറ്റു കാര്യങ്ങൾക്ക് പണം നീക്കാൻ പറ്റൂ സർ. ഓഹോ, അതിനാണ് എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ മാനേജർ രാധാകൃഷ്ണനെ മാറ്റിയിട്ട് നിന്നെ ഈ കസേരയിൽ ഇരുത്തിയത്. അല്ല, അപ്പൊ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെലവ് എങ്ങനെ കഴിയും? ദാറ്റ്സ് ബീയിങ് പെയ്ഡ് ടു അരുണ മേഡം. ആസ് സാലറി? നോട്ട് എക്സാക്ട്ലി, വി കോൾ ഇറ്റ് അലവൻസ്. ഓ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇതുപോലെ ഇവിടുത്തെ രാജാക്കന്മാർക്ക് അലവൻസും പെൻഷനും കൊടുത്തിരുന്നു. സോറി സർ, ഞാൻ ഈ കാര്യത്തിൽ ഹെൽപ്ലെസ് ആണ്. യു മേ ആസ്ക് അരുണ മേഡം. ഞാനിപ്പോ ഒരുവളോടും അനുവാദം ചോദിക്കുന്നില്ല. കാശെടുക്കാൻ മര്യാദയ്ക്ക്. സർ, ഞാൻ എഴുന്നേറ്റ് കൊടുത്ത കസേരയിലാണ് അവൾ ഇരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് ഞാൻ വിചാരിച്ച അവളെ ഇറക്കി വിടാനും പറ്റും. അറിയോടാ? സർ പ്ലീസ്, സർ പ്ലീസ്. സേഫിന്റെ താക്കോലെടുക്കടാ കള്ള പന്നി. സർ പ്ലീസ്. എന്താ ഇത് മേഡം, പ്രവീൺ ചേട്ടാ? ഇദ്ദേഹം സേഫിന്റെ താക്കോൽ ആവശ്യപ്പെടുന്നു. നാണോ ഇല്ലല്ലോ പ്രവീൺ ചേട്ടാ, സ്വന്തം കമ്പനി വന്ന് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കാൻ. മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കരുത്. ഇയാള് വിട് വിട്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്നോട് ചോദിക്ക്. പൈസ വേണോ? അത് ഞാൻ തരത്തില്ലേ? എനിക്ക് ഈ ഗതി വന്നു, അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. വേദാന്തൊന്നും പറയണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ. എന്നിട്ട് നാണം കെടുത്തതൊന്നും പോകുന്നുണ്ടോ? ഈശ്വര, എന്റെ ഒരു തലയിലെഴുത്ത്. നിങ്ങളോടാ ഞാൻ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ. എന്നോടോ? ഇറങ്ങിപ്പോകാൻ എന്നോടോ? എന്റെ കമ്പനിന്ന്, എന്റെ അച്ഛൻ എനിക്ക് തന്ന എന്റെ കമ്പനിന്ന് ഇറങ്ങിപ്പോകാൻ എന്നോട് പറയുന്നു? എന്റെ വായിൽ നല്ല തെറി വരുന്നു. ഒന്നുകളെയും ഞാൻ. പിന്നെ നീ ഒരു പെണ്ണായി പോയി. എന്റെ കൊച്ചിന്റെ തള്ളയും. കൈവെക്കടാ. നന്ദു വേണ്ട, പ്ലീസ്, ഇവിടെ വെച്ച് വേണ്ട. അല്ലടി, അവൻ പറയട്ടെ. ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലുകളൊക്കെ കൊത്താൻ വരും. നടക്കട്ടെ. കൂടുതൽ വാചകം വേണ്ട പ്രവീൺ. ദിസ് ഈസ് ആൻ ഓഫീസ്, അല്ലാതെ ചന്തയല്ല. ഇവിടെ എങ്ങനെ പെരുമാറണമെന്ന് കുറച്ച് ചിട്ടകളുണ്ട്.
അതനുസരിക്കണം. പിന്നെ ഇവിടെ വെച്ച് അരുണയുടെ മേൽ കൈവയ്ക്കണമെങ്കിൽ ആദ്യം എന്റെ കൈയടിച്ചോടിക്കണം. അയ്യോയ്യോയ്യോ, എന്തൊരു ആത്മാർത്ഥമായ സ്നേഹം, അത് ഞാൻ അറിഞ്ഞില്ല. അത് സ്നേഹത്തിന്റെ പ്രശ്നമല്ല, ഡീസൻസിയുടെയും മര്യാദയുടെയും പ്രശ്നമാണ്. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കുറച്ച് റെസ്പെക്ട് കാണിക്കണം, അവരെത്ര മോശക്കാരിയായ സ്ത്രീയാണെങ്കിലും. ആൻഡ് ദിസ് ഈസ് യുവർ വൈഫ്. ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഈ വിധത്തിൽ പെരുമാറരുത്. നന്ദു, അരുണ മിണ്ടണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മിസ്റ്റർ പ്രവീൺ, യു ഹാവ് ടു ബിഹേവ് യുവർ സെൽഫ്. ഓ, പിന്നെ വിനോദ്, സർ. നോ, നിങ്ങൾ കാണിച്ചത് മര്യാദയല്ല. എന്തൊക്കെയായാലും മിസ്റ്റർ പ്രവീൺ അരുണയുടെ, അതായത് നിന്റെ ബോസിന്റെ ഭർത്താവാണ്. യു ഹാവ് ടു ഷോ ദ റെസ്പെക്ട്. സർ, ഇദ്ദേഹം എന്നോട് പൈസ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞ് താക്കോൽക്കൂട്ടം ചോദിച്ചു. എന്താ അരുണ, എന്താ ഞാനീ കേൾക്കുന്നത്? ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ അധപ്പതിക്കുന്നത്? പ്രവീൺ, പണം വേണമെങ്കിൽ ഞാൻ തരാം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോയാ മതി. ഞാൻ ഇറങ്ങണമല്ലേ? ഞാൻ ഇറങ്ങിയ അരുണിക്ക് സന്തോഷാവൂല്ലേ? ശരി, അവളുടെ സന്തോഷം നടക്കട്ടെ. അപ്പൊ പണം വേണ്ടേ? എത്രയാ വേണ്ടത്? വിനോദ്, എത്രയാ പ്രവീൺ ചോദിച്ചത്? 10,000. ഓക്കെ, ദാ 10,000 എടുത്തോ. പ്രവീണിന്റെ ആവശ്യം നടക്കട്ടെ. 10,000. സാർ കുറേ നേരമായി ഓർഡർ ചെയ്യുന്നു. ഇതുവരെ ഉള്ളതിന്റെ ബില്ല് പേ ചെയ്യാൻ മാനേജർ പറഞ്ഞു. അത് പിന്നെ സെറ്റിൽ ചെയ്യാം. താൻ പോയി ഒരു പേർ കൂടെ എടുത്തുണ്ടോ? അത് പറ്റില്ല സാർ. പട്ടി, നീ ആടാ പറയാ. വിളിക്കടാ എന്റെ മാനേജരെ. വേണ്ട, ഈ ബാറിന്റെ ഉടമസ്ഥനെ വിളിക്കടാ. കോൾ ദ ലൈസൻസി. എന്നിട്ട് ചോദിക്കേ വൈകുണ്ഠത്ത് രവീന്ദ്രനാഥൻ നായരുടെ മോന്റെ ബില്ല് എത്രയാന്ന്. യു റാസ്കൽ, ഇതേ എന്റെ അച്ഛൻ കെട്ടിയ കെട്ടിടവാ, അറിയോ? ഷടാ, ഇത് നല്ല ഭാരമായല്ലോ. സാരമില്ല, ഇത് നമ്മുടെ റോയൽ കൺസ്ട്രക്ഷൻ്റെ ഓണറാ. അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി, ബില്ല് സെറ്റിൽ ചെയ്തോളും. അതിന് നമ്പർ എവിടെന്നാ? എൻക്വയറി ചോദിച്ചാൽ മതി. വാ. കൊണ്ടുവാടാ വേഗം. സോ ഇൻട്രസ്റ്റ് അറ്റ് 18% ഫോർ 6 months. 18%ഓ? എന്താ ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണോ? എല്ലാം അരുണയ്ക്ക് വേണ്ടി കുറയ്ക്കല്ലേ? ഹലോ, അതെയോ? അത് ശരി. 1 minute പ്ലീസ് ഹോൾഡ് ഓൺ. പ്രവീൺ ചേട്ടൻ ആ ബൈപ്പാസിന്റെ വശത്തെ ബാറിൽ കുടിച്ചു ബോധമില്ലാതെ ഇരിക്കുന്നെന്ന്. ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല. എഴുന്നേറ്റ് പോകാൻ ആരോഗ്യമില്ല. ഹലോ. യെസ് യെസ്. കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളാം. ചോദിക്കുന്ന കൊടുത്തോളൂ. വി വിൽ പേ. ഇനി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ. അല്ലെങ്കിൽ ഇന്നിനി വീട്ടിൽ വന്നാൽ അരുണയോട് ബഹളം ഉണ്ടാക്കും. പക്ഷേ ഇന്ന് വല്ലാതെ കുടിച്ചിട്ടുണ്ട്. ഇനിയും കുടിച്ചാൽ, പ്രത്യേകിച്ചും വഴക്കുണ്ടാക്കിയ സ്ഥിതിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വഴക്കുണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ബോധം കെടുന്നതാ നല്ലത്. ഓക്കെ, കമോൺ, ഫോർഗെറ്റ് ഇറ്റ്. നമുക്ക് കണക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പണി മുടങ്ങും. അയാൾക്ക് കുടിച്ചു മറിഞ്ഞ് കിടന്നാൽ മതിയല്ലോ. നീ വേണമല്ലോ പണിയെടുക്കാനും കുടുംബം പോറ്റാനും. ഞാനിതെല്ലാം സഹിക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്, അറിയാലോ? അറിയാം. നന്ദുവിനോടുള്ള എന്റെ കടം കൂടിക്കൂടി വരുന്നു. അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. നമുക്ക് കുറച്ചുകൂടെ കണക്ക് നോക്കിയിട്ട് പോണ്ടേ അദ്ദേഹത്തെ പൊക്കിയെടുക്കാൻ.
പ്രവീൺ 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 ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നതാ. ഇപ്പൊ രാത്രി 12 മണിയായി. ബാർ അടച്ചിട്ട് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ, എങ്ങനെയെങ്കിലും ഡാർലിങ്ങിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കേ. ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. പ്രവീൺ ചേട്ടാ, എന്നോട് കണക്ക് പറയാൻ ആർക്കുണ്ടാ ധൈര്യം? ഐ ആം ദ എൽഡസ്റ്റ് സൺ ഓഫ് ദ ഗ്രേറ്റ് വൈകുണ്ഠം രവീന്ദ്രനാഥ്. പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല. വൈകുണ്ഠൻ രവീന്ദ്രനാഥ് അഭിമാനം മുഴുവൻ വിറ്റു തൊലച്ചു. എന്നിട്ടും പഴയ പല്ലവി മാറുന്നില്ല. മുമ്പത്തെ ഒരു വൈകുണ്ഠം. പിടിക്ക് പ്രവീൺ പ്രവീൺ ചേട്ടാ, പിടിച്ചെഴുന്നേൽക്ക്. എന്നെ പിടിക്കണ്ട, എന്താ പ്രവീൺ? എന്നെ പിടിക്കണ്ട. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഫിറ്റല്ല. പതുക്കെ. പിടിക്കണ്ട. ഇങ്ങോട്ട്. വീഴരുത്. കിടക്ക് പതുക്കെ. അങ്ങനെ ഒരു ജോലി കഴിഞ്ഞു. ഇനി നേരം വെളുക്കുന്നവരെ ഒന്നും അറിയത്തില്ല. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അല്ല, മോളെവിടെ? ഉറങ്ങിന്ന് തോന്നുന്നു. നന്ദുവിന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. സെർവന്റ് കിടന്നോ? അവര് 9 മണിയുണ്ടേ കിടക്കും. പിന്നെ ശവം പോലൊരു കിടപ്പ. ഇടി വെട്ടിയ പോലും അറിയത്തില്ല. അപ്പൊ പിന്നെ ഉറങ്ങാതെ നമ്മൾ മാത്രമേ ഉള്ളൂ. എനിക്കുറക്കം വരുന്നുണ്ട്. അത് നന്ദു പോകുന്നതാ നല്ലത്. ഈ വീട്ടിൽ വെച്ച് എന്റെ മോൾ അടുത്ത മുറിയിലുണ്ട്. നന്ദു പ്ലീസ്, നമുക്ക് നാളെ കാണാം. ഭർത്താവിന് പണം കൊടുക്കാൻ ഞാൻ വേണം. ബാറിൽ ബോധം കെട്ട് കിടക്കുമ്പോ പൊക്കിയെടുക്കാൻ ഞാൻ വേണം. ഇപ്പൊ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പുറത്തു പോണം. ദിസ് ഈസ് വെരി ബാഡ് മൈ ഡിയർ. അരുണേ, 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 ഇവള് എവിടെ പോയി കിടക്കുന്നു? ഇത്തിരി വെള്ളം, എനിക്ക് കുറച്ച് വെള്ളം എടുക്കാൻ. അരുണേ, അരുണേ, അരുണേ. എന്റെ വീട്ടിൽ കയറി നിന്നെ ഞാൻ കൊന്നൂടാ. നിന്നെ ഞാൻ കൊന്നൂടി. വിടാതോടി നിന്ന്. നന്ദു പൊയ്ക്കോ. എന്നെ തല്ലട്ടെ, അല്ലെങ്കിൽ കൊല്ലട്ടെ. പൊയ്ക്കോ, കൊല്ല്. ചൂടുണ്ടെങ്കിൽ എന്നെ കൊല്ല്. നിങ്ങളാ ഇതിനെല്ലാത്തിനും കാരണം. യെസ്, ഞാൻ തന്നെയാ. അമ്മയും പെങ്ങളെയും മറന്ന് നീ കൊട്ടിയ താളത്തിൽ തുള്ളിയ ഞാൻ തന്നെയാ ഈ തകർച്ചയ്ക്ക് കാരണം.
എപ്പോഴാ ഉണർന്നത്? അമ്മ, നിങ്ങൾ എന്റെ അമ്മയല്ല. മോളെ, ഐ ഹേറ്റ് യു. ഡോണ്ട് ടച്ച് മീ എവർ. ഡോണ്ട് ടച്ച് മീ എവർ. മോളെ, ചിഞ്ചു.